ഫാമിലീസ് അപ്പം ഒരു കോളേജ് വ്ലോഗ് ഉണ്ടല്ലോ. ഞാൻ കോളേജ് വ്ലോഗ് ഇതുവരെ അങ്ങനെ എടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഡേ ഒക്കെ എടുത്തിട്ടുണ്ടാവും. യൂണിഫോമിലായിട്ട് എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്കിനി തല കൂടെ കെട്ടാനുണ്ട്. അപ്പോൾ അതുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായി ഉണ്ടാവും. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടോ, ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കോളേജിൽ വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ കോളേജ് വിട്ട് വന്നിട്ടാണ് ബാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു റീൽ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഈ വലിയ വീഡിയോ ഇട്ടിട്ടായിരിക്കും ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കണ്ടോ ഒക്കെ റെഡിയായി വന്നു. എനിക്ക് ധീരെ ട്രാൻസിഷൻ എടുക്കണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊട്ടൊക്കെ വെച്ച് സെറ്റാക്കിയത്. പിന്നെ അത് എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. കാരണം കുറച്ച് പഠിക്കാനും അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. എനിക്ക് ജലദോഷം ഉള്ളത് കൊണ്ടാണ് സൗണ്ട് ഇതുപോലെ ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പോൾ അസൈൻമെൻറ്റൊക്കെ എഴുതി തീർത്തതിന് ശേഷം അതൊക്കെ ആയിക്കഴിഞ്ഞ് മുടിയൊക്കെ നല്ലപോലെ പിന്നി കെട്ടിയിട്ട് ആയിരിക്കും നമ്മൾ പിന്നെ കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കാനിരിക്കും. ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫെയറി ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. പക്ഷെ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരം ഉപ്പുകളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പഠിക്കാൻ തന്നെ കുറേ ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റ്സും പഠിക്കാനും എക്സാംസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു പരിപ്പ് വട കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം എണ്ണക്കടികളൊന്നും അധികം കഴിക്കാറില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെഹന്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്കെന്തോ ശരിയാവാത്ത പോലെയാണ് തോന്നിയത് ഗൈസ്. അത്രയ്ക്ക് ശരിയായില്ല. എന്നാലും നമ്മൾ വീഡിയോ എടുത്തത് മാത്രം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി വീഡിയോ എടുത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നുണ്ട്. ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഐലൈനറും പൊട്ടും പിന്നെ കമ്മലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ളത്. പിന്നെ അതിനും സാധാ എപ്പോഴും കെട്ടുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അമ്മൻ്റെ കൂടെയായിരുന്നു പോയിട്ടുണ്ടായത്. ഞാൻ ക്ലാസ്സിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട്. ക്ലാസ്സിന് കുറച്ച് വൈകി ഗൈസ്, അതായത് സാറ് വരാൻ വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് എനിക്കാണെങ്കിൽ ഈ ഹെയർ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അത് ഊരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ കുറച്ച് ഹാർട്ടൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ഭാഗം കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഞാൻ ഈ 2 ഭാഗമൊക്കെ കെട്ടിക്കൊടുത്തിട്ട്. എപ്പോഴും ഇങ്ങനെ 2 ഭാഗം കെട്ടുന്നതായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇപ്പം അങ്ങനെ കെട്ടാറില്ല. അപ്പോൾ വെറുതെ കെട്ടണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ കെട്ടിയതാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ 2 ഭാഗം ചേരുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചേരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം എനിക്ക് പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ PSCക്ക് വേണ്ടി പഠിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. അപ്പോൾ അത് കുറച്ച് നേരം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ പുട്ടും മാങ്ങയായിരുന്നു വെച്ചിട്ടുണ്ടായത്. പുട്ടും മാങ്ങയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഒരു ഉണ്ണിയപ്പം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു.